ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന CPM മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. CPM മന്ത്രിമാർ, നേതാക്കൾ, ഹവാല, റിവേഴ്സ് ഹവാല, രാജേഷ് കൃഷ്ണ, അവതാരങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത്. പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു. ഇതുമായി ബന്ധപ്പെട്ട പല 108 ആംബുലൻസിന്റെ ഒരു 250 കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം. ഒരു ടെൻഡറും ഇല്ലാതെ 500 കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ 200 കോടി 243 കോടി കുറഞ്ഞതിന്റെ കഥകളൊന്നും. ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ. ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് CPM-ഉം ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഗവൺമെന്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ്. ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ്. എല്ലാ സാധനങ്ങളുടെയും വില കയറിയിരിക്കും. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പൊ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റിത്തിരിഞ്ഞിരിക്കാൻ വേണ്ടി